ദീർഘകാലത്തെ നിക്ഷേപത്തിലൂടെ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലുള്ള നിക്ഷേപ രീതി. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 46 മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഓരോ സ്കീമുകളിലും SIP റൂട്ടിലുള്ള നിക്ഷേപത്തിന് അവസരം നൽകുന്നു. ഓരോ വ്യക്തികളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും അവർക്ക് എത്ര റിസ്ക് എടുക്കാൻ സാധിക്കും, എത്ര നാളത്തേനാണ് അവർ നിക്ഷേപങ്ങൾ നടത്തുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടും അതോടൊപ്പം തന്നെ അവരുടെ ഫിനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് എത്രയൊക്കെ എമൗണ്ടുകൾ നിക്ഷേപം നടത്തണമോ ഈ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മന്ത്ലി ബേസിസിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളാണ്. എന്നാൽ ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും 2 ആഴ്ചയിലൊരിക്കലും മാസത്തിലും ഹാഫ് ഇയർലി ബേസിസിലെല്ലാം SIP റൂട്ടിലൂടെ നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ടുള്ള ഓപ്ഷൻസ് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നൽകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മന്ത്ലി നടത്തുന്ന SIP ആണോ ഏറ്റവും ബെനിഫിഷ്യൽ, അല്ലെങ്കിൽ ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ നടത്തുന്ന SIP നിക്ഷേപങ്ങളിൽ നിന്നാണോ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലഭിക്കുക എന്നുള്ളതാണ്. ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകളിലാണ് നിക്ഷേപം നടത്തുക. അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളുടെ അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയറുകളുടെ പ്രൈസ് ഓരോ ദിവസവും അല്ലെങ്കിൽ ട്രേഡിംഗ് ഡേയിൽ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളുടെ അണ്ടർലൈയിങ് സെക്യൂരിറ്റികൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്കുകളുടെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ നിങ്ങളുടെ ഫണ്ടിൻ്റെ പെർഫോമൻസിനെയും നിങ്ങളുടെ ഫണ്ടിൻ്റെ NAVയെയും അഫക്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഒരു നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ദിവസത്തെ NAV ഏതാണ്, പ്രൈസ് ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഹയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റുകളാണ് ലഭിക്കുക. അപ്പം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് ദിവസമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, ഏത് ദിവസമാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ട്രേഡിംഗ് ഡേയിലെ തന്നെ കേസ് നമ്മൾ എടുത്താലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഹയറായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നാൽ പലപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ലോസിലായിരിക്കാം. ഇത് തിരിച്ചും സംഭവിക്കാം. അപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ അൺസർട്ടനിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാധാരണ സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. മാർക്കറ്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ നിക്ഷേപം നടത്തുന്ന ദിവസത്തെ NAVയിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ലംസമായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ പല സമയങ്ങളിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പം SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങളിലൂടെ ഇതേപോലെയുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാസം 10,000 രൂപ SIP റൂട്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ 10,000 രൂപ മാസത്തിൽ ഒരിക്കൽ നിക്ഷേപം നടത്തണമോ, അതുമല്ല എങ്കിൽ ഈ 10,000 രൂപേനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസവും SIP അതായത് ഡെയിലി SIP നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ 10,000 രൂപേനെ 2,500 രൂപ വീതം 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വീക്ക്ലി ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ, ഏത് രീതിയിലുള്ള നിക്ഷേപത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കുക. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ബാക്ക്ഡേറ്റഡ് ഡേറ്റകൾ ഇതിനു വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലുള്ള SIP ആണോ ഓപ്റ്റ് ചെയ്യുന്നത്, ഡെയിലി ആണെങ്കിലും വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും
ഫൈനലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ പലപ്പോഴും ആർഗ്യൂ ചെയ്യുന്നത് മാർക്കറ്റിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളുടെ കറക്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഡെയിലി ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ ഡെയിലി ബേസിസിൽ നിങ്ങൾ SIP ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ 15 ദിവസത്തിലോ ഒരിക്കലോ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഡെയിലി ബേസിസിൽ നടത്തിയിരിക്കുന്ന SIPയും അതേപോലെ മന്ത്ലി ബേസിസിൽ നടത്തിയിരിക്കുന്ന SIPയും നിന്ന് എത്രയൊക്കെ റിട്ടേൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ആ പ്രസൻറ്റേഷനിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൈവ് കേസാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞ 3 വർഷത്തെ അതിൻ്റെ ഡെയിലി NAVയുടെ ഡേറ്റ കളക്ട് ചെയ്ത് ഡെയിലി ബേസിസിൽ SIP നടത്തുന്നതും മന്ത്ലി ബേസിസിൽ SIP നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ മന്ത്ലി ബേസിസിൽ നടത്തുന്ന SIPയിൽ നിന്ന് എത്രയൊക്കെ വ്യത്യാസമാണ് റിട്ടേൺസിൽ വരുന്നത്, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി ബേസിസിൽ നമ്മൾ SIPകൾ ചെയ്താൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. സ്ക്രീനിൽ കാണുന്നത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ 5 മെയ് 2023 മുതൽ 19 മെയ് 2025 വരെയുള്ള NAV ആണ്. ഫണ്ടിൻ്റെ ശരിക്കുമുള്ള NAV ആണ്. 5 മെയ് 2023 മുതൽ ഡെയിലി ബേസിസിൽ 500 രൂപ SIP ചെയ്യുന്ന ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന എമൗണ്ട് മന്ത്ലി ബേസിസിൽ SIP ചെയ്തിരുന്നുവെങ്കിലും അതിൽ നിന്ന് റിട്ടേൺസിൽ നമുക്ക് എത്രയൊക്കെ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ റിട്ടേൺസിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതിലേതാണ് നല്ലത്, ഡെയിലി ബേസിസിൽ SIP ചെയ്യുന്നതാണോ മന്ത്ലി ബേസിസിൽ SIP ചെയ്യുന്നതാണോ നമുക്ക് നല്ലത്, ഈ കാര്യങ്ങളാണ് ഈ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഓരോ ദിവസവും 500 രൂപ വീതം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഓരോ ദിവസവും 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ദിവസത്തെ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി സെയിം ഫണ്ടിൽ ഓരോ മാസത്തിലും, അതായത് ഓരോ മാസത്തിലും 1-ാം തീയതി വീതം 10,000 രൂപ SIP ചെയ്യുന്നു. ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ 500 രൂപയുടെ ടോട്ടലാണ് 10,000 എന്ന് പറയുന്നത്. ആ എമൗണ്ട് ഓരോ മാസവും ചെയ്യുന്നു. അപ്പം ഓരോ മാസവും SIP ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയിരിക്കുന്ന യൂണിറ്റാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോസസ്സ് ഈ വരുന്ന 2023 മെയ് മുതൽ 2025 മെയ് വരെയും കണ്ടിന്യൂ ചെയ്താൽ എന്താണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് റിയൽ ആയിട്ടുള്ള ഡേറ്റയാണ്. ഏതെങ്കിലും വ്യക്തി ഡെയിലി ബേസിസിൽ ഇതേപോലെ SIP ഈ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിയൽ ആയിട്ടും ലഭിക്കുന്ന റിട്ടേൺസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസത്തെയും NAV റിയൽ ആയിട്ടുള്ള NAV എടുത്തതിന് ശേഷം ഓരോ ദിവസവും എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ എമൗണ്ടിനെ ഫണ്ടിൻ്റെ NAVയുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്ലി ബേസിസിലും ഡെയിലി ബേസിസിലും ഇതേപോലെ നമ്മൾ SIP ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഈ രണ്ട് കേസിലും മന്ത്ലി ബേസിസിലും അതേപോലെ തന്നെ ഡെയിലി ബേസിസിലും SIP ചെയ്തിരിക്കുന്ന വ്യക്തികൾ 2,50,000 രൂപയാണ് ടോട്ടലായിട്ട് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെയിലി NAV, അതായത് മാസത്തിൽ 20 അല്ലെങ്കിൽ 21 ദിവസം വർക്കിംഗ് ഡേ ഉണ്ടാവും. ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് 157.85 ആണ്. അതേപോലെ ഈ 2,50,000 രൂപ ഓരോ മന്തിൻ്റെ ബിഗിനിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന യൂണിറ്റ്സും ഏകദേശം 157.56 ആണ്. ഇതിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന യൂണിറ്റിലൊന്നും അധികം വ്യത്യാസം വരുന്നില്ല. അതോടൊപ്പം തന്നെ അവരുടെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ നോക്കൂ,
ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് 3,08,906 രൂപ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള NAV, അതായത് 16 മെയ് വരെയുള്ള NAV കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്ലി ബേസിസിൽ SIP ചെയ്തിരിക്കുന്ന വ്യക്തിക്കും സമാനമായിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. 3,08,346 രൂപ. ഒരു 560 രൂപ ഡെയിലി ബേസിസിൽ NAVക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു 560 രൂപ അധികമായിട്ടുണ്ട്. ഈ ചെറിയൊരു എമൗണ്ട് അധികമായിട്ട് ലഭിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആ കാര്യങ്ങളും ഈ പ്രസൻറ്റേഷൻ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ SIPയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആവറേജിങ് ആണ്. അപ്പം നിങ്ങൾ ഡെയിലി ബേസിസിൽ 500 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ 10,000 രൂപ വീതം SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും നിങ്ങളുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. ഇവിടെ നിന്ന് ഇത് വളരെ വ്യക്തമാണ്. നിങ്ങൾ ഡെയിലി ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്താലും മന്ത്ലി ബേസിസിൽ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിപ്പം 2 മുതൽ 3 വർഷത്തെ ഡേറ്റയാണ് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 10 വർഷത്തെ ഡേറ്റ എടുത്ത് നമ്മൾ ഇതേപോലെ രീതിയിൽ ടെസ്റ്റ് ചെയ്താലും ഏകദേശം സമാനമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഡെയിലി SIP നടത്തുന്നതും അതേപോലെ തന്നെ മന്ത്ലി SIP നടത്തുന്നതിലും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസിൽ അധികം വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾ SIP നടത്തുമ്പോൾ ഓരോ മാസവും 20 മുതൽ 22 ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ബേസിക്കലി SIP എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ആ പീരിയോഡിക്കലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇവിടെ 2 സ്ഥലങ്ങളിൽ ഓവർലോഡ് ആവും. ഒന്ന്, മ്യൂച്വൽ ഫണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ തന്നെ 20ഓ 22ഓ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓരോ എമൗണ്ട്, ഈവൻ ചെറിയ എമൗണ്ട് വീതം ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, റിക്കൺസൈൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ മാർജിനൽ കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ ബെനിഫിറ്റ് ഇവിടെ ലഭിക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ 3 വർഷത്തെ ഡേറ്റ ഇവിടെ ലൈവായിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നു. അവിടെയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ SIP ചെയ്യുന്നതും മന്ത്ലി ബേസിസിൽ SIP ചെയ്യുന്നതും തമ്മിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസിൽ അധികം വ്യത്യാസം വരുന്നില്ല. ഈവൻ നമ്മൾ ലോങ് ടൈമിലേക്ക് സെയിം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റകളുടെ എല്ലാം റിസൾട്ട് സെയിം ആണ്. ഏത് രീതിയിൽ നിങ്ങൾ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫൈനലി ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ബാങ്കിൽ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ ബാങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ട്രാൻസാക്ഷൻ ഫെയിലുവർ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ പല അവസരങ്ങളിലും നിങ്ങളുടെ ബാങ്കിൽ ചിലപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ SIP റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 എഫക്റ്റ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യില്ല മ്യൂച്വൽ ഫണ്ട് ലെവലിൽ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ബാങ്കുകളിൽ നമ്മളൊരു ചെക്ക് കൊടുത്ത് റിട്ടേൺ ചെയ്യുമ്പോൾ ബാങ്ക് സാധാരണയായിട്ട് അതിനൊരു ചാർജസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ SIP സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓട്ടോ പേ ഡെബിറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻസഫിഷ്യൻ്റ് ഫണ്ടെന്ന കാരണത്താൽ നിങ്ങൾ SIP റിട്ടേൺ ആയിട്ട് വന്നാലും സാധാരണയായിട്ട് ബാങ്കുകൾ പെനാൽറ്റി ചാർജ് ചെയ്യാറുണ്ട്. പല ബാങ്കുകളും 100 രൂപ മുതൽ 800 രൂപ വരെയും ഇതിന് ചാർജസ് എടുക്കും. നിങ്ങൾ നടത്തുന്നത് 500 രൂപയുടെ ഒരു SIP ആയിരിക്കാം. 500 രൂപയുടെ SIPക്ക് പകരമായിട്ട് ചിലപ്പോൾ 200-300 രൂപ തന്നെ അവർ ചാർജസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്, ഇത് ഡെയിലി നടക്കുന്ന ഡെബിറ്റാണ്. ഇപ്പം നിങ്ങൾ 1, 2, 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഇതേപോലെ നിങ്ങളുടെ ബാങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിട്ടുപോയാൽ ഓരോ ദിവസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ട് ബാലൻസ് ഇല്ലാത്ത ഓരോ ദിവസവും SIP റിട്ടേൺ ആകുമ്പോൾ ബാങ്ക് അഡീഷണൽ ആയിട്ടുള്ള ഇതേപോലെയുള്ള പെനാൽറ്റി ചാർജ് ചെയ്യും. ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്കറിയാം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണയായിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 100 കണക്കിന് എൻട്രി, ഒരു മാസത്തിൽ തന്നെ 20-22 എൻട്രി വരും. ഒരു വർഷത്തിൽ എത്ര എൻട്രി വരുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നടത്തുന്ന SIP 5 വർഷത്തേനോ 10 വർഷത്തേനോ ആണെങ്കിൽ ആയിരക്കണക്കിന് എൻട്രി അല്ലെങ്കിൽ ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ട്രാൻസാക്ഷനിൽ നിന്ന്
കറക്റ്റായിട്ടുള്ള രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ വർക്കൗട്ട് ചെയ്ത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക, ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്ത്യയിൽ 46 മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഡെയിലി SIP ഓപ്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി SIP ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ 2 വട്ടം ചിന്തിക്കുക. ഞാനീ പറഞ്ഞ ഡിസഡ്വാൻറ്റേജുകളൊക്കെ ഇതേ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുണ്ട്. ഇനി SIPയിൽ നിന്ന് എത്രയൊക്കെ റിട്ടേൺസ് നമുക്ക് ലഭിക്കാം എന്നുള്ളതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾ മോട്ടിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ടിൽ മന്ത്ലി 10,000 രൂപ SIP നടത്തിയിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ബാക്കിലേക്ക് 10 വർഷം മുന്നേ ആണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു 250% ആബ്സല്യൂട്ട് റിട്ടേൺ വന്നിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോർപ്പസ് ഏകദേശം 41.34 ലക്ഷമായിട്ട് ഉയർന്നിരിക്കാം. നിങ്ങൾ ഈ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിലായിരുന്നെങ്കിൽ ഏകദേശം 17 ലക്ഷമായേനെ, ഗോൾഡിലായിരുന്നെങ്കിൽ ഏകദേശം 26 ലക്ഷമായേനെ. ഈ ഫണ്ടുകളുടെ കാറ്റഗറി ആവറേജ് അതായത് മിഡ് ക്യാപ് ഫണ്ടുകളുടെ കാറ്റഗറി ആവറേജ് 31 ലക്ഷമായേനെ എങ്കിൽ ഈ മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ടിൽ ഏകദേശം 41 ലക്ഷം രൂപയിൽ കൂടുതൽ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ അത്രയും കൂടുതൽ കോർപ്പസ് ആണ് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ, ഈ സെയിം ഫണ്ടിൽ തന്നെ നിങ്ങൾ ലംസമായിട്ട് 10 വർഷം മുന്നേ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഏകദേശം 5,66,000 രൂപയുണ്ടായേനെ. ഇതിൽ ഏകദേശം 465% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിനിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സ്കീം ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. ചിലപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മറ്റുള്ള സ്കീമുകളുണ്ടാവും. നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റും നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം, ഡെയിലി നമ്മൾ നടത്തുന്ന SIPയും അതേപോലെ തന്നെ മന്ത്ലി ബേസിസിൽ നമ്മൾ നടത്തുന്ന SIPയുടെയും റിട്ടേൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ ഗെയിന് ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ളത്. ഞാനിവിടെ 3 വർഷത്തെ ഡേറ്റ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേയും ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈവൻ 10 വർഷത്തെ ഡേറ്റ വരെയും എടുത്ത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നടത്തുന്ന SIP ലോങ് ടൈമിലേക്കാണ്, 10 വർഷത്തേനാണ്, 15 വർഷത്തേനാണെങ്കിൽ തന്നെയും അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് ഇതിനു മുന്നേയും ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ബേസിസിൽ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പേരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പർപ്പസിനും എഡ്യൂക്കേഷൻ പർപ്പസിനും വേണ്ടിയിട്ടാണ്. അത് ആ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായവും അഡ്വൈസും എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.